നമസ്കാരം, എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്കപ്പോൾ വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പ്രശസ്തമായ ഒരു ബൈറ്റ് നമ്മൾ കേട്ടു. അടുത്ത ഡിസംബർ മാസത്തോടു കൂടി കോട്ടയംകാർക്കൊരു സ്വപ്ന പദ്ധതി ഒരുങ്ങുന്നു, ആകാശപാത. അത് അടുത്ത ഡിസംബറോടുകൂടി പൂർത്തിയാക്കി കോട്ടയം ജനങ്ങൾക്ക് കയറി നിൽക്കാനും എയർ കണ്ടീഷൻ ചെയ്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി കൊടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഇന്ന് ഈ ആകാശപാതയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. കോട്ടയം വഴി പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഇതൊരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. ഏകദേശം 2015 ഈ ഒരു പദ്ധതി, ആകാശപാത എന്ന് പറയുന്നൊരു പദ്ധതി അവിടെ തുടങ്ങുന്നത് കോട്ടയം നഗരത്തിൽ. തിരുനക്കരയിൽ തിരുനക്കരയിൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന്, ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന ഒരു റോഡ് കൂടിച്ചേരുന്നു. അതോടൊപ്പം കോട്ടയം അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു റോഡ്, അങ്ങനെ 3-4 റോഡുകൾ കൂടിച്ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് ഐലൻഡ് പോലെ ഒരു ജംഗ്ഷനിലാണ് ഈ ആകാശപാത ഒരുക്കിയിരിക്കുന്നത്. അന്നത്തെ കണക്ക് പ്രകാരം അതിന് ഏകദേശം 5.18 കോടി രൂപ, ഏകദേശം 5.25 കോടി എന്ന് നമുക്ക് കണക്ക് വെക്കാം. 5.25 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ വെച്ചിരുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് ഈ പറയുന്ന ഈ ആകാശപാത. നമ്മൾ ആലോചിക്കുക, 10 വർഷങ്ങൾ പിന്നിടുന്നു, 11 വർഷങ്ങൾ പിന്നിടുന്നു ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട്. എന്നാൽ നമ്മൾ അതിൻ്റെ രൂപരേഖയൊക്കെ നോക്കി, എന്നിട്ടും ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ് ഞങ്ങളിത് പൂർത്തീകരിക്കും. ഇപ്പം നിലവിലെ അവസ്ഥ പ്രകാരം കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ KB ഗണേഷ് കുമാർ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അതിപ്പോൾ ഏകദേശം ഒരു 17 കോടിയിലധികം, ഏകദേശം 18 കോടി രൂപയോളം ഇല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു 2 കോടി രൂപയ്ക്കകത്ത് അതിനുവേണ്ടി ചിലവായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കോടി രൂപ, ഒരു 1,96 അല്ലെങ്കിൽ 97 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു കണക്കിനകത്ത് നിൽക്കുകയാണ്. എന്നാൽ തിരുവഞ്ചൂർ പറയുന്ന അത്രയൊന്നും വേണ്ട, ഇപ്പം തന്നെ 2 കോടി രൂപ പൊട്ടി നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഏകദേശം ഒരു 3.25 കോടി രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പൂർത്തീകരിക്കാം, ഈ ഒരു ആകാശപാത പൂർത്തീകരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ പൂർത്തീകരിച്ച് എയർ കണ്ടീഷൻഡ് ആക്കി ജനങ്ങൾക്ക്, ആൾക്കാർക്ക് കയറി നിൽക്കാനും ഇരിക്കാനും പറ്റിയ, പിന്നെ അതിൻ്റെ മേളിൽ ഒരു അപ്ഡേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. 2 നിലയായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മേളിൽ വേറെയും വരും, ഒരു നില കൂടി വന്നിട്ട് 2 തട്ടുകളിലായി ഒരു ആകാശപാത ഒരുക്കി കൊടുക്കുന്നു. കോട്ടയം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആകാശപാത നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഭാവിയിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഇത് അപ്രായോഗികമായ ഒരു സംവിധാനമാണ്. അപ്രായോഗികം എന്ന് വെച്ചാൽ തീർത്തും അപ്രായോഗികമായ ഒരു സംവിധാനം. ഒന്നാമത്, കോട്ടയം നഗരത്തെ സംബന്ധിച്ചിടത്തോളം റോഡുകൾക്ക് മതിയായ വീതിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതായത് പിന്നെ ഇവിടെ നിന്ന് പോകുന്ന തിരുവല്ല ഭാഗത്ത്, ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന റോഡുകൾ നേരിട്ട് അങ്ങോട്ട് കയറി പോകുന്ന ഒരു സ്ഥലത്താണ്. പിന്നീട് അവിടെ തിരുനക്കര ക്ഷേത്രത്തിന് അവിടെ നിന്ന് മറ്റൊരു റോഡ് കൂടി ജോയിൻ്റ് ആവുന്നു. പിന്നെ അവിടെ നിന്ന് റൈറ്റിലേക്കും പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടും പോകുന്ന റോഡുകൾ, അങ്ങനെ റോഡുകളുടെ ഒരു വലിയ സഞ്ചയം അവിടെയുണ്ട്. അവിടെ തന്നെ നമ്മൾ എപ്പോഴും പരിശോധിച്ചാൽ കാണാം, അവിടെ സദാസമയവും ഒരു ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നിലവിലത്തെ സ്ഥലപരിമിതി മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ആകാശപാത അല്ലെ ഈ നിലനിൽക്കുന്ന സാധനം എങ്ങനെയെങ്കിലും പൊളിച്ചു നീക്കിയാൽ അവിടെ കുറച്ച് സ്ഥല സൗകര്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. റോഡുകൾ വികസിപ്പിക്കാം. തന്നെയുമല്ല, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കടകൾ, കെട്ടിടങ്ങൾ, ഇതൊക്കെ അവിടുത്തെ സ്ഥലപരിമിതിക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കോട്ടയം നഗരത്തെ സംബന്ധിച്ച്. കോട്ടയം നഗരം വികസിപ്പിക്കുമ്പോൾ പലപ്പോഴും ഇനി ഉണ്ടാകാനിടയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ കെട്ടിടങ്ങൾ എങ്ങനെ അവിടെ ഡിമോളിഷ് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ്. പലതും റോഡിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ പാർക്കിംഗ് തന്നെ ഇപ്പോൾ കോട്ടയം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഈ കുന്ത്രാണ്ടം ഉണ്ടാക്കി വയ്ക്കുന്ന പരിപാടി. അതിപ്പം ഡിസംബറോട് കൂടി അത് പൂർത്തിയാക്കി നൽകും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഇതിലൊരു പരിപാടി നടക്കത്തില്ല. കാരണം നമ്മൾ ഒന്നാമത് അശാസ്ത്രീയമായിരുന്നു ഇതിൻ്റെ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ. അശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ റൗണ്ട് വരും, റിങ് വരും മുകളിലായിട്ട്. ആ റിങ് 2 തൂണുകളിൽ വെറുതെ നമ്മൾ ഈ ഏറ്റം കെട്ടി വെക്കുക എന്ന് പറയും ചില ഭാഗങ്ങളിൽ. അതായത് റിങ് ഇങ്ങനെ പോകുന്നു, ആ റിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു കയറ്റം വന്നിട്ട് ഒരു തൂണയുമായിട്ട് നേരിട്ട് കണക്ടിവിറ്റി ഇല്ല. അതായത് നേരിട്ടെന്ന് വെച്ചാൽ തൂണിൽ ചേർത്തിട്ടല്ല വെച്ചിരിക്കുന്നത്, തൂണിൽ നിന്ന് റോഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയിലാണ് ശരിക്കും ഇപ്പോൾ അത് നിൽക്കുന്നത്. 2 തൂണുകൾ അങ്ങനെയാണ്. അതായത് തൂണിട്ടതിന് ശേഷമാണോ ഇനി റിങ് ഉണ്ടാക്കിയത്, ഇനി റിങ് ഉണ്ടാക്കിയതിന് ശേഷം തൂണിട്ടാണോ, എന്തായിരുന്നാലും തീർത്തും അശാസ്ത്രീയമായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ പറയുന്നത്, കോൺഗ്രസ്സുകാർ UDFകാർ അധികാരത്തിലിരുന്ന സമയത്ത് കോട്ടയത്തെ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടും അതോടൊപ്പം അവിടുത്തെ ജനങ്ങളെ പരമാവധി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കിയ ഒരു ആകാശപാതയുടെ ഗതികേടാണ് ഈ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ തിരുവഞ്ചൂർ പറയുന്ന പോലെ ഇനി അത് മുന്നോട്ടൊരു നിർമ്മാണ പ്രവർത്തനം നടക്കത്തില്ല.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാലക്കാട് IITയും അതോടൊപ്പം തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ ചെന്നൈയിൽ നിന്നുള്ള അവരും ഇത് സംബന്ധിച്ചൊരു പഠനം നടത്തി. പഠനം നടത്തിയോടുകൂടി ഇത് കാലപ്പഴക്കം കൊണ്ടും അല്ലാതെയും ബലക്ഷയം സംഭവിച്ചു നിൽക്കുന്ന ഒരു ഇരുമ്പ് സ്ട്രക്ചർ മാത്രമാണ് എന്നുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെട്ടു. അതായത് ഇനി ഇതിൻ്റെ മുകളിൽ എത്ര കോടി രൂപ മുടക്കിയിരുന്നാലും ഇനി അവിടെ ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-18 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ഈ ആകാശപാത കോട്ടയത്തുകാർക്ക് സാധ്യമാവുകയുള്ളൂ. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഇനി അവിടെ അങ്ങനെ ഒരു ഡെവലപ്മെന്റിനുള്ള സാധ്യത വളരെ, അതായത് ഈ ആകാശപാത നിർമ്മിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് മാത്രവുമല്ല, ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബലക്ഷയം നേരിടുന്ന ഒരു സ്ട്രക്ചറുമാണ്. ഇതിൻ്റെ മേലിട്ട് ഇനി ഒരു പണി നടത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 10-20 കോടി രൂപ വീണ്ടും മുടക്കിക്കൊണ്ട് ഈ ആകാശപാത അവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് വികസനവും നഗരവികസനവും വരുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് വീണ്ടും കളയേണ്ട സാഹചര്യമാണുള്ളത്. അതിനെ വീണ്ടും അരക്കിട്ടുറപ്പിച്ച് വീണ്ടും എങ്ങനെയെങ്കിലും തട്ടിമൂളിച്ച് അതിനകത്ത് എന്തെങ്കിലും വെട്ടിയിൽ നടത്താൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ തിരുവഞ്ചൂർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വീണ്ടും മുന്നോട്ട് ഇറക്കിക്കൊണ്ടുവരുന്നത്. തിരുവഞ്ചൂർ പറയുന്ന പോലെ 3.25 കോടിക്ക് ഇനി ഇത് തീരാനേ പോകുന്നില്ല. കാര്യം ഈ ബലക്ഷയമുള്ളതെല്ലാം പരിഹരിക്കപ്പെടുക തന്നെ വേണം. ഈ 3.25 കോടിക്ക് തിരുവഞ്ചൂർ പറഞ്ഞ പോലെ മുകളിൽ മറ്റൊരു നില കൂടി പണിത് അതിനെ ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത് അവിടെ എവിടെയാണ് സ്ഥലം? തിരുവഞ്ചൂർ ഒന്നും കാണാതെ ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയരുതേ. ഒന്നും കാണാതെ പണ്ട് ഉമ്മൻചാണ്ടിയെ പുറത്തിറക്കാൻ വേണ്ടി കാണിച്ച തറവേല പോലെയല്ല ഇത്. ഇതൊക്കെ കുറച്ചധികം യുക്തിയോടുകൂടി ചിന്തിക്കണം. ഏത് സമയത്തും അത് പൊളിഞ്ഞ് പാവപ്പെട്ട യാത്രക്കാരുടെ തലയിൽ വീഴുമെന്ന് പറയുന്ന ഒരു ഗതികേടിലും അവസ്ഥയിൽ നിൽക്കുകയാണെന്നേ അത് എത്രയും വേഗം ഉള്ള പണം മുടക്കിക്കൊണ്ട് അത് പൊളിച്ച് നീക്കി കഴിഞ്ഞാൽ അവിടെ അത്രയെങ്കിലും ഒരു ഗതാഗത കുരുക്കിന് ശമനമാകും. അവിടെയുള്ള സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക്, റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് ശ്വാസം വിട്ട് മര്യാദയ്ക്ക് ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്തിനോട് അല്ലെ കോട്ടയത്തെ ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹം, വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൻ്റെ ഒരു നന്ദി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മിസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് പൊളിച്ചു നീക്കി കൊടുക്കുക. പൊളിച്ചു നീക്കി കൊടുത്ത് അവിടെ ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ഗതാഗതം വൃത്തിയായി നടക്കുന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തിരുനക്കരയിൽ. അല്ലാതെ ഈ പറയുന്ന പോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന 2 തട്ട് 3 തട്ട് 4 തട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്താതെ കാര്യമായി ജനങ്ങൾക്ക് ഗുണകരമായി എന്തെങ്കിലും പ്രവർത്തിക്കൂ മിസ്റ്റർ തിരുവഞ്ചൂർ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.